RBI ഗവർണറായ രഘുരാം രാജൻ പറയുന്നത് മോഡേൺ ഇക്കോണമിക്ക് കോമ്പറ്റീഷൻ അത്യാവശ്യമാണ്, അതുപോലെ അത് ഹെൽത്തി ആണ്. പക്ഷെ ഇപ്പം ഇന്ത്യയിൽ ഒരു കമ്പനിക്ക് ഒട്ടും കോമ്പറ്റീഷൻ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അപ്പൊ നിങ്ങൾ വിചാരിക്കും ഒരു പെർഫെക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ കണ്ടെത്തിയെന്ന്. പക്ഷെ ഈ ഒരു മോണോപോളി ഇപ്പൊ ഒരു പെർമിഷൻ സ്ലിപ്പിലാണെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാം. അപ്പൊ അങ്ങനെയെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്കിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് പ്രോട്ടീൻ ഈഗോ ടെക്നോളജീസ് ലിമിറ്റഡ് എടുക്കാം. അപ്പൊ ഇതൊരു ഗവൺമെന്റ് കോൺട്രാക്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു ബിസിനസ് ആണ്. അപ്പൊ പാൻ അതുപോലെ ആധാർ സിസ്റ്റം പോലത്തെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ മാനേജ് ചെയ്യുന്നുണ്ട്. പക്ഷേ മെയ് 2025 മെയിൻ പ്രൊജക്ട് ആയ പാൻ 2.0 നഷ്ടമായതിനു ശേഷം കമ്പനിയുടെ സ്റ്റോക്ക് ഇവിടെ 30% ഇടിഞ്ഞു. ഇനിയിപ്പം അടുത്ത് വരുന്നതാണ് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ആണ്. ഒരിക്കലും ഇതെന്താണ് ഇലക്ട്രിസിറ്റി ട്രേഡിംഗിന്റെ 85% വരെ കൺട്രോൾ ചെയ്തിരുന്നു. പക്ഷെ ഒരു പുതിയ മാർക്കറ്റ് കപ്ലിംഗ് റൂൾ കൊണ്ട് ഇതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ഒരു ദിവസം കൊണ്ടാണ് ഇവിടെ വൈപ്പ് ഔട്ട് ആയത്. മാത്രമല്ല ഇവിടെ സ്റ്റോക്ക് ഇടിഞ്ഞു. അതുപോലെ ഈ അടുത്തിടയിൽ ഉണ്ടായ ഒരു കേസാണ് ഡ്രീം ഫോംസ്. ഒരു സമയത്ത് എന്താണ് എയർപോർട്ട് ലൗഞ്ച് ആക്സസിൽ 90%-ലധികം മാർക്കറ്റ് ഷെയർ ഈ ഒരു കമ്പനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഇന്ത്യയിലെ മേജർ എയർപോർട്ട് മാനേജ് ചെയ്യുന്ന അദാനി ഗ്രൂപ്പ് ഇവർ ലൗഞ്ച് ബിസിനസിനെ ഡിസ്റ്റർബ് ചെയ്തു. ഇപ്പം ഒരു കമ്പനി സ്ട്രോങ് ആണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിലും അവരുടെ അഡ്വാൻറ്റേജ് ഇവിടെ പെർമനന്റ് അല്ല. പെട്ടെന്ന് തന്നെ അതൊക്കെ എന്താണ് നഷ്ടമാവാം. അപ്പൊ ഇവിടുത്തെ ശരിക്കും ക്വസ്റ്റ്യൻ ഇതാണ്, എന്താണ് ഇവരുടെ ട്രൂ മോത്ത്? നിങ്ങളിപ്പോൾ ഒരു മോണോപ്പൊളി ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ജസ്റ്റ് ഒരു പെർമിഷൻ സ്ലിപ്പ് പോലെയാണ്. അത് എപ്പോൾ വേണമെങ്കിലും ഇവിടെ നഷ്ടമാവാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഏതൊരു ബിസിനസ് ആണെങ്കിലും അവരുടെ റിസ്ക് നമ്മൾ ശ്രദ്ധാപൂർവ്വം റിസർച്ച് ചെയ്യേണ്ടത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ മോണോപ്പൊളി ടാഗ് കണ്ട് മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. സോ നിങ്ങൾക്ക് ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഗ്രോ മലയാളം നിങ്ങൾക്ക് ഫോളോ ചെയ്യാം.